നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 32 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 33-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ത്വം ഇനി നീ ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി ഈ ധർമ്മയുദ്ധം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ തത അങ്ങനെയാണെങ്കിൽ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ സ്വധർമ്മവും കീർത്തിയും പ്രശസ്തിയും ഹിത്വാ ഉപേക്ഷിച്ച് പാപം അവാപ്സ്യസി പാപത്തെ സമ്പാദിക്കും. അതായത് ഇവിടെ പറയാണ്, ഈ മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ട് ദുഃഖിച്ച് ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി യുദ്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ നിന്റെ നാശത്തെ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ഈ ധർമാധിഷ്ഠിതമായ യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറിയാൽ അത് നിന്റെ കുലത്തിന് തന്നെ കളങ്കമായിത്തീരും. ഇപ്പോൾ നിനക്കുള്ള ഈ യശസ് ഇല്ലാതെയായിത്തീരും. നമ്മുടെ ഈ യശസ് എന്ന് പറഞ്ഞത് ഇഹലോകത്തിലെയും അതായത് ഈ ലോകത്തിലെയും ധർമ്മം എന്ന് പറയുന്നത് പരലോകത്തെയും സുഖത്തിന് കാരണമായിട്ടാണ് പറയുന്നത്. ഇവിടെ ആ സ്വധർമ്മം അനുഷ്ഠിക്കാഞ്ഞാൽ അർജുനന്റെ കീർത്തി നശിക്കുന്ന മാത്രമല്ല, അതുമൂലം പാപം വന്ന് ഭവിക്കുകയും ചെയ്യും. ഈ പാപത്തിന്റെ ഫലമായിട്ട് നരകം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ അർജുനന്റെ ഇഹലോകവും പരലോകവും ദുഃഖപൂർണമായി തീരും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തി മരണാദതിരിച്യതേ. അപിച എന്ന് മാത്രമല്ല, ഭൂതാനി എല്ലാ ജീവികളും തേ നിന്നെ കുറിച്ച് അവ്യയാം അകീർത്തിം ച കഥയിഷ്യന്തി അന്തമില്ലാത്ത ദുഷ്കീർത്തി പറഞ്ഞു പരത്തും. സംഭാവിതസ്യ ഒരിക്കൽ ബഹുമാന്യനായി ഇരുന്ന ഒരാൾക്ക് അകീർത്തി ദുഷ്കീർത്തി മരണാത് അതിരിച്യതേ മരണത്തേക്കാൾ വേദനാജനകമാണ്. എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ പറയാണ് അർജുനന്റെ അടുത്ത്, സ്വധർമ്മം വെടിയ എന്നുള്ള ഒരു അധർമ്മം അർജുനൻ ചെയ്യുകയാണെങ്കിൽ ഈ ലോകരെല്ലാം നിന്നെ പഴിക്കും. അതായത് എത്ര നിസ്സാരന്മാരായവരാണെങ്കിലും അവര് നിന്റെ ദുഷ്കീർത്തി പറഞ്ഞു പരത്തും. ഇതുവരെ എല്ലാവരും ഏറ്റവും ബഹുമാനിക്കുന്ന ആള് തന്നെയാണ് അർജുനൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ബഹുമാനം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അപമാനത്തിന് പാത്രമാവുകയും ചെയ്യും. ഒരിക്കൽ ആദരവ് കിട്ടിയ ആൾക്ക് പിന്നീട് അനാദരവാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ അത് മരണത്തേക്കാൾ ദുഃഖദായകമായിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഇവിടെ പറയാണ്, ത്വാം നിന്നെ ഭയാത് രണാത് ഉപരതം ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറിയതാണ് എന്ന് മഹാരഥ മംസ്യന്തേ മഹാരഥന്മാർ വിചാരിക്കും. യേഷാം ബഹുമത ഭൂത്വാ ആർക്കൊക്കെ നീ ബഹുമാന്യനായിരുന്നുവോ തേഷാം ത്വം ലാഘവം യാസ്യസി അവർക്കൊക്കെ നീ നിസ്സാരനായി തീരും.
ഇത് ലോകസാധാരണമാണ്. നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ നമുക്ക് ധാരാളം കാണാം. ഒരാൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു പതനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉയർച്ച അസൂയയോടെ നോക്കിയിരുന്ന ആൾക്കാർ അയാളുടെ ആ താഴ്ചയിൽ അയാളെക്കുറിച്ച് ധാരാളം അപവാദങ്ങൾ ഉണ്ടാക്കി പറയും. അതന്നെയാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇവിടെ മഹാരഥന്മാരായിട്ടുള്ള ധാരാളം യോദ്ധാക്കൾ നിൽക്കുന്നുണ്ട്. അവര് അർജുനൻ ബന്ധുക്കളോടുള്ള ആ കാരുണ്യം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നൊന്നുമല്ല വിചാരിക്കുക. പിന്നെയോ ഇത്ര ആവേശത്തോടു കൂടി യുദ്ധം ചെയ്യാൻ യുദ്ധഭൂമിയിലേക്ക് വന്ന അർജുനന് ഈ കൗരവസേനയെ കണ്ടപ്പോൾ ഉണ്ടായ ഭയം കൊണ്ടാണ് പിന്മാറുന്നത് എന്ന് വിചാരിക്കും. അത് ശത്രുക്കൾ മാത്രമല്ല, ആരൊക്കെയാണോ നിന്നെ ബഹുമാനത്തോടു കൂടി പരിഗണിച്ചിരുന്നത് അവർ പോലും നിന്നെ പരിഹാസത്തോടു കൂടിയേ ഇനി നോക്കുകയുള്ളൂ. അതായത് ഈ അർജുനന്റെ യുദ്ധവൈദഗ്ധ്യത്തെ വളരെ ഭയത്തോടെ നോക്കിയിരുന്ന കൗരവപക്ഷത്തിലുള്ള പലരും അർജുനനെ ഭീരുവാണ് എന്ന് പറഞ്ഞ് അപമാനിക്കും. ഇങ്ങനെ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഇങ്ങനത്തെയൊക്കെ സ്ഥിതിവിശേഷം സംജാതമാകും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം കൂടി നോക്കാം. അവാച്യവാദാശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. തവ അഹിതാ നിന്റെ ശത്രുക്കൾ തവ സാമർത്ഥ്യം നിന്ദന്ത നിന്റെ കഴിവിനെ നിന്ദിച്ചുകൊണ്ട് ബഹൂൻ അവാച്യവാദാൻ വദിഷ്യന്തി ധാരാളം പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയും. തത ദുഃഖതരം കിന്നു അതിനേക്കാൾ ദുഃഖകരമായ മറ്റെന്താണുള്ളത്. ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അർജുനന്റെ ഈ വീരപരാക്രമങ്ങളെക്കുറിച്ച് അറിവുള്ള കൗരവപക്ഷത്തിലുള്ള രാജാക്കന്മാർക്കൊക്കെ തങ്ങൾ ജയിക്കും എന്ന് പോയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ആശ പോലും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല കൗരവരും ഏറ്റവും ഭയക്കുന്നതും അർജുനനെയാണ്. കാരണം അസ്ത്രാഭ്യാസ പരീക്ഷയിൽ ആരംഭിച്ച് ഗാണ്ഡവദഹനം ചെയ്തത്, ഗാണ്ഡീവം കൈക്കലാക്കിയത്, പരമശിവനുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം നേടിയത്, ദേവലോകത്ത് പോയിട്ട് നിവാത കവചാദി അസുരന്മാരെ ജയിച്ചത്, ഇങ്ങനെയുള്ള പലതും ദുര്യോധനാദികളുടെ കണ്ണിൽ അർജുനനെ അജയ്യനാക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ കൃഷ്ണനും അർജുനനും ഉള്ളിടത്ത് വിജയം അസാധ്യമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പിതാമഹനും ഗുരുക്കന്മാരൊക്കെ ദുര്യോധനാദികളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നീ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഇതുവരെ നീ കാണിച്ച എല്ലാ കഴിവുകളും നിശേഷം മറന്ന് നിന്നെ നിന്ദിച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്ത പല വാക്കുകളെ കൊണ്ട് നിന്നെ അവഹേളിക്കും. അവരുടെ മുന്നിൽ നീ നിസ്സാരനായി തീരുകയും ചെയ്യും. ഇതിലും വലിയൊരു ദുഃഖം വേറെ എന്താണുള്ളത്? അതുകൊണ്ട് ധീരതയോടെ യുദ്ധം ചെയ്യാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകം, അതായത് 37ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ